ഹായ് ഗായ്സ്, പുറത്ത് നല്ല അടിപൊളി മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാഗ്രഹം നല്ല കട്ടൻ ചായയും കോളിഫ്ലവർ വറുത്തും കഴിക്കണമെന്ന് നമ്മൾ തട്ടുകടയിൽ കിട്ടണ പോലല്ലേ. എന്നാൽ പുറത്ത് പോയി ഈ പെരുക്കാച്ചി മഴയിൽ കഴിക്കാന്ന് പറയുന്നത് നടക്കണ കാര്യമല്ല. അപ്പോൾ നമുക്കതങ്ങ് വീട്ടിലുണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇരുന്ന കോളിഫ്ലവറിനെ തപ്പിപ്പിടിച്ചെടുത്ത് അത് കണ്ടും തുണ്ടമായി വെട്ടുകയാണ് വേണ്ടത്. അതിൻ്റെ ഉള്ളിലുള്ള സാധനം നമുക്ക് വേണ്ട, നമുക്ക് പുറത്ത് പൂ പോലെ വിരിഞ്ഞിരിക്കുന്ന അത് മാത്രം മതി. അതുകൊണ്ടാണല്ലോ അതിൻ്റെ കോളിഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കണ്ടും തുണ്ടമായി വെട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്കതിനെ കുനുകുന കുനുകുന അരിഞ്ഞെടുക്കാം. ലൈക്ക് നമ്മുടെ സവാള ഗിരി പോലെ കോളിഫ്ലവർ ഗിരി. പിന്നെ ഗൈസ്, നോട്ട് ദ പോയിന്റ്, ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് തട്ടുകടയിൽ നിന്ന് വാങ്ങി തിന്നാനല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് കൈകൊണ്ട് തൊടുന്നത്. സോ എന്താവുമെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു. ഇനി നമുക്ക് പാത്രത്തിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കുട്ടന്മാരെ നമുക്കതിലേക്ക് ഇടാം. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വന്നോ? ഓർമ്മയെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിവിടെ ഉണ്ടാക്കി കഥ പറഞ്ഞിരിക്കുമ്പോൾ മഴ അവിടെ തീരോ എന്തോ. മഴയത്തിരുന്ന് കഴിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. ഏത് നമ്മൾ വീണ്ടും വിഷയത്തിൽ നിന്ന് തന്നെ മാറി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് കടലമാവ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മസാല. ഗരം മസാലയാണ്, ഞാൻ ചിക്കൻ മസാല എടുക്കുന്നു. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിൽ എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. അതെടുത്ത് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ബാറ്റർ പരുവത്തിലേക്ക് ആക്കണം. അതിനുശേഷം നമ്മുടെ കോളിഫ്ലവറിനെ അതിലേക്കിട്ട് നന്നായിട്ട് ആ ബാറ്ററുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. അമ്മമാരറിയാതെ ഓയിൽ എടുക്കുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ആവശ്യത്തിന് മാത്രം ഓയിൽ എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പോരാളി കരിപ്പാവും, നിങ്ങളുടെ പുറം പള്ളിപ്പുറം ആവും. അങ്ങനെ നിങ്ങളുടെ അംഗങ്ങൾക്ക് എന്തെങ്കിലും പങ്കം സംഭവിച്ചാൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ചൂടായ ഓയിലിലേക്ക് കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് കറുമുറാന്ന രീതിയിൽ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളവിടെ കഥ പറഞ്ഞ നേരം കൊണ്ട് മഴയൊക്കെ അതിൻ്റെ പാട്ടിന് പോയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ മഴയുടെ അവശേഷിപ്പും തോൽക്കാൻ മനസ്സിലാതെ വീണ്ടും തിരികെ വരുന്ന സൂര്യനെയും നോക്കി നമുക്ക് നല്ല കട്ടൻ ചായയും നമ്മുടെ കോളിഫ്ലവറും വറുത്തും കഴിക്കാം. ഞാൻ വിചാരിച്ചത്ര മോശമല്ല എന്തായാലും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ഗായ്സ്.